നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ പാകിസ്ഥാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്നവരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുമ്പോൾ പിന്നിൽ റോ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോഴും പാകിസ്ഥാന്റെ കയ്യിൽ അത് തെളിയിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടത്തിയ സ്ഫോടനങ്ങളുടെ സൂത്രധാരന്മാരെ എല്ലാം ഓരോ ദിവസവും വെടിയേറ്റ് മരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദുരന്തർ 2 പുറത്തിറങ്ങിയതോടെ വിരളി പിടിച്ച പാകിസ്ഥാൻ പോലീസ്, പാകിസ്ഥാൻ സർക്കാരും വലിയ രീതിയിൽ വ്യാപകമായ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും അജ്ഞാതരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അജ്ഞാതർ കൃത്യമായി തന്നെ അടുത്ത ടാർഗറ്റ് ലക്ഷ്യമാക്കി പണി കൊടുക്കുന്നുമുണ്ട്. അടുത്തിടെ ലഷ്കർ ഇ തോയ്ബ സ്ഥാപക നേതാവും ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്ന ഭീകരനുമായ അമീർ ഹംസ സമാന രീതിയിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. കൂടാതെ ഇന്ത്യ ആക്രമിക്കുമെന്ന് പാകിസ്ഥാനിലെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞ് നാവ് വായിലിട്ട ഉടനെ തന്നെയാണ് ഹംസയുടെ നെഞ്ചത്ത് അജ്ഞാതർ വെടിവെച്ച് ചോര കൊണ്ട് കുളിപ്പിച്ച് കടത്തിയത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെ ജൻസി നേതാവ് ഷഫീഖ് ഉസ്മാൻ ഹാദിയും അജ്ഞാത സംഘത്തിന്റെ തോക്കിന് ഇരയായിരുന്നു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ പേരിൽ പ്രശസ്തനായിരുന്നു ഇയാൾ.